ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും രാജുവും ഋതികയും രണ്ടും രണ്ടു വഴിക്കായില്ലേ? അമ്മ അറിയാതെ ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് രാജുവിന്റെ കഥയുടെ ക്ലൈമാക്സ്. ഭർത്താവിനെ വിളിക്കാതെ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുക? അത്രയ്ക്ക് പൊരുത്തമാണല്ലോ ഭാര്യയും ഭർത്താവും തമ്മില്. പോയി രാജുവിനെ വിളിച്ചിട്ടുണ്ടോ? രാജു ഫോൺ ചെയ്യായിരിക്കും. ആ സമയത്താ മോളിങ് വന്നത് അല്ലേ മോളെ? നീ ന്യായീകരിക്കുന്നു വേണ്ട. നീയും യാമിനിയും കൂടെ ലാളിച്ച എവിടെ എത്രയും വഷളാക്കിയത്. ഞാനത് പറയുമ്പോഴേ ഇവൻ എന്നെ തല്ലാൻ വരും. ദേ രാജു വന്നല്ലോ. മോളിരിക്കെ. നിങ്ങളുടെ പിണക്കതോട് തീർന്നില്ലേ? നീ ആ വന്ദനയുടെയും ഹരിശങ്കറിന്റെയും കഥ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഈ പ്രശ്നം ഞാൻ അറിഞ്ഞതാ. ഇത് കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. ഇതിനൊരു അവസാനം വേണ്ടേ? ഇവരുടെ പ്രശ്നം ഇവര് തന്നെ തീർക്കട്ടെ എന്ന് ഏട്ടൻ പറഞ്ഞോണ്ടാ ഞാനും ശേഖരേട്ടനും ഈ കാര്യത്തിൽ ഇടപെടാഞ്ഞത്. ഇതിപ്പോ പ്രശ്നം ഓരോ നിമിഷം ചെല്ലുംതോറും വഷളായിക്കൊണ്ടിരിക്കുക. പ്രതാപേട്ടന് ഇടപെട്ടേ പറ്റൂ. ഇവര് രണ്ടുപേരും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരല്ലേ യാമിനി? ഇത് ഇവര് തന്നെ സംസാരിച്ച് പരിഹരിച്ചാൽ എന്താ തെറ്റ്? ഒരു കോമൺ സെൻസ് വെച്ച് ഞാൻ പറയാ, ഇത് അത്ര ചെറിയ പ്രശ്നമൊന്നും അല്ല. നമ്മള് കൂട്ടിയാലേ കൂടെത്തൂല്ല. ഇവര് തമ്മിൽ തല്ലിപ്പിരിയുന്നത് കാണാനാണല്ലോ ചിലർക്കൊക്കെ ഇഷ്ടം. അതെ, എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ അതെന്റെ മുഖത്ത് നോക്കി പറയടാ. കാര്യം ആര് പറയുന്നോ അവര് മറ്റുള്ളവർക്ക് ശത്രു. എങ്കിൽ ചേച്ചി അവരെ രണ്ടുപേരും വിളിച്ചൊന്ന് ഉപദേശിക്കാം. ബെസ്റ്റ്. ചേച്ചിയല്ലേ ഈ കുടുംബത്തിന് മുതിർന്ന ഗാർഡിയൻ. ചേച്ചി പറഞ്ഞു ഒത്തീർപ്പാക്ക്. ഞാൻ പറഞ്ഞാലൊന്നുമേ അവള് കേക്കില്ല. ഞാൻ അഡ്വൈസ് ചെയ്യാൻ ചെന്നാ അവൾ എന്റെ കരണത്തടിച്ചില്ലെങ്കിൽ ഭാഗ്യം. യാതൊരു അനുസരണയും ചൊല്ലി വിളി ഇല്ലാത്തവളാ അവള്. വലിയ രാജകുമാരിയല്ലേ, അതിന്റെ ഭാവം അവക്ക്. എന്തെങ്കിലും ചെയ്യട്ടെ നാശം. ഒരു സ്വസ്ഥതയും തരാത്തൊരു മോള്. ചിലർക്കൊക്കെ സന്തോഷമായല്ലോ. എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് സന്തോഷമായില്ലേന്ന്.
അതെന്ത് വർത്താനോടി നീ പറയുന്നേ? ഞാൻ പറഞ്ഞ എന്താ പിടിച്ചില്ലേ? പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക. കേസൊന്നും വേണ്ട, അല്ലാതെ തന്നെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. നീ എന്ത് ചെയ്യടാ? നീ എന്ത് ചെയ്യുന്ന്? നീ കൂടുതൽ കളിച്ചാലേ അമ്മയുടെയും മകന്റെയും പേരില് ഞാനൊരു കേസ് കൊടുക്കും. ദിവ്യയും കുഞ്ഞിനെയും കാണാനില്ല എന്ന കേസ്. പോവാൻ പറയടാ. ഇവക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും രാജുവും ഋതികയും രണ്ടും രണ്ടു വഴിക്കായില്ലേ? അമ്മ അറിയാതെ ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് രാജുവിന്റെ കഥയുടെ ക്ലൈമാക്സ്. ഹലോ രാജു. പ്രശ്നം രൂക്ഷായമ്മേ. അത് ഡിവോഴ്സ് വരെ എത്തി. ഡിവോഴ്സോ? അതേമ്മേ. നീ ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ. പറയാം. എനിക്കിനി മുതൽ നിങ്ങളോടൊപ്പം ജീവിക്കാൻ സാധ്യമല്ല. സൈൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് പെറ്റീഷനുമായി കോർട്ടിലേക്ക് പോകും. ഡിവോഴ്സ് വേഗം അനുവദിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിനൊന്നും അവസരം ഉണ്ടാക്കാതെ ഇതില് സൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലത്. ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. മോൻ ഫോൺ വെക്ക്. അകലെ